നമ്മൾ ഈ ജ്വല്ലറിയുടെ ഒരു പുതിയ വീഡിയോയുമായി എത്തുകയാണ്. ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ടർക്കിഷ് ആഭരണങ്ങളെ കുറിച്ചാണ്. മുമ്പ് ടർക്കിഷ് ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് മേക്കിംഗ് ചാർജ് വന്നിരുന്ന ഐറ്റംസ് ആണ്. ഇപ്പോൾ അത് കുറച്ച് കുറവായിട്ട് നമുക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് പരിചയപ്പെടുത്തുകയാണ്. ടർക്കിഷ് ഡിസൈനിലുള്ള കുറച്ച് ലൈറ്റ് വെയ്റ്റ് നെക്ലസുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് എടുക്കുന്നത്. പക്ഷേ നമ്മൾ ഈ സ്റ്റോക്ക് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെറിയ കമ്മലുകൾ കണ്ടു, ഒരു മോതിരം കണ്ടു. അതും കൂടി നിങ്ങളതിൻ്റെ കൂടെ ഞാൻ പരിചയപ്പെടുത്തി പോവുകയാണ്. ഈ ഒരു മോതിരം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ഈ മോതിരങ്ങൾ വന്നിരുന്നത് 3 ഗ്രാമിലും 4 ഗ്രാമിലും ആയിരുന്നു. പിന്നീട് അത് 2 ഗ്രാമിലേക്ക് മാറി. പക്ഷേ ഇതിപ്പോൾ വന്നേക്കണത് 1 ഗ്രാമേ ഉള്ളൂ. 1 ഗ്രാം ഉള്ളതെന്ന് മാത്രമല്ല, ഇതിൻ്റെ താഴെയുള്ള വെയിറ്റുകളിലും ഇതിപ്പോൾ അവൈലബിളായി വരുന്നുണ്ട്. അടുത്ത തവണയോടുകൂടി നമുക്കിത് 600 മില്ലി 500 മില്ലി തൂക്കത്തിലും കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ 1 ഗ്രാമിൻ്റെ കണ്ടപ്പോൾ ഞാൻ എടുത്തു. ഇത് നല്ല ഒരു വെറൈറ്റി ഉള്ള മോഡലാണ്, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ്. ഇത് ടർക്കിഷ് ഡിസൈനിലുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡ്രോപ്സ് ആണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 3 ഗ്രാം 4 ഗ്രാമിലൊക്കെ വന്നിട്ടതാണ്. ഇപ്പോൾ ഇതിപ്പോൾ 1 ഗ്രാം 800 മില്ലിയേ ഉള്ളൂ. അതും ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ടർക്കിഷ് ഡിസൈനിൽ കണ്ടതുകൊണ്ട് എടുത്തതാണ്. അതും നിങ്ങളെ ഞാനൊന്ന് ഈ വീഡിയോയുടെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി പോവുകയാണ്. ഈ 2 കമ്മലുകളും ടർക്കിഷ് ആഭരണങ്ങളുടെ സെലക്ഷൻ പോയപ്പോൾ കിട്ടിയതാണ്. ഇതിൽ ഒരെണ്ണം സ്റ്റോൺ ഉള്ളതും ഒന്ന് സ്റ്റോൺലെസ്സുമാണ്. പക്ഷേ വളരെ വെയിറ്റ് കുറവാണ് ഈ ഡിസൈനിൽ, ഈ വലിപ്പത്തിൽ കിട്ടുന്നത്. മയിലിൻ്റെ മാത്രം കല്ലില്ലാത്തതിന് 2 ഗ്രാമേ ഉള്ളൂ, സ്റ്റോണോട് കൂടിയതിന് 2.5 ഗ്രാമേ ഉള്ളൂ. വളരെ ഭംഗിയുള്ള, എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ഞാൻ എടുത്താണ്. നിങ്ങൾക്കും ഇത് ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ടർക്കിഷ് ഡിസൈനിലുള്ള നെക്ലസുകളാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ നെക്ലസ് എന്ന് പറയുന്നത് 3 ഗ്രാമാണ്, പിന്നീടുള്ളത് 4 ഗ്രാമാണ്. ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ടർക്കിഷ് ആഭരണങ്ങൾ നേരത്തെ വരാറില്ലായിരുന്നു, ഇപ്പോൾ വന്നു തുടങ്ങിയതാണ്. ഇത് കൂടാതെ 5 ഗ്രാമിൻ്റെ കുറച്ചുകൂടി വലിപ്പമുള്ള നെക്ലസ് ഉണ്ട്. അതിന് മേളിൽ 8 ഗ്രാമിൻ്റെ നെക്ലസ് ഉണ്ട്. കൂടാതെ 12, 16, 24 ഗ്രാമുകളിലുള്ള നെക്ലസും കൂടി ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ നിരന്തരമായിട്ട് അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമാണ് കമ്മലുകളുടെ ആണി നഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ മുൻ സമയങ്ങളിൽ കമ്മൽ ചെയ്തിരുന്നത് 916-നല്ല. 916 ആകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ സ്വർണത്തിന് ദൃഢത കൂടുതലായതുകൊണ്ട് പിരികൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 916 സ്വർണം കുറച്ചുകൂടി മൃദുവായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കമ്മലുകളുടെ
ആണി അഴിഞ്ഞു പോകാനും ടൈറ്റ് കുറയാനും സാധ്യതകൾ കൂടുതലാണ്. അതാണ് പൊതുവെ ആണികൾക്കുണ്ടാകുന്നൊരു പ്രശ്നം. ഈ ആണിയുടെ ചെറിയ ലൂസ് ഉണ്ടായാൽ പോലും നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച കമ്മലുകൾ നിങ്ങളിവിടെ കൊണ്ടുവരൂ, ഞങ്ങൾ ഫ്രീ ആയിട്ടത് ടൈറ്റ് ചെയ്ത് നന്നാക്കി തരും. അതുകൊണ്ട് ആണി കളയാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾ ഇതിനോടൊപ്പം നൽകുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കുകളും കമൻറ്റുകളും ഇതിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇതിൽ പോസിറ്റീവായിട്ടുള്ളോ നെഗറ്റീവായിട്ടുള്ളോ കമൻറ്റുകൾ രേഖപ്പെടുത്താം. അത് എന്തുവാണെങ്കിലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജമായി തീരും. അതുകൊണ്ട് ബൈ ബൈ. അടുത്ത വീഡിയോയുമായി എത്തുന്നവരെ